സുഹൃത്തുക്കളെ, ഞാൻ സിറൽ പനങ്കാല, നോട്ടിംഗ്ഹാമിൽ താമസിക്കുന്നു. നാട്ടില് കോട്ടയം ഇരുവിമംഗലം എന്ന സ്ഥലത്താണ്. കേരള ക്ലബ് നനീറ്റൻ ഈ വർഷം നടത്തുന്ന ചീട്ടുകളി മത്സരത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്കറിയാം, കേരള ക്ലബ്ബ് വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചെറിയ ഒരു ഗ്രൂപ്പാണ്. UK പല അസോസിയേഷനുകൾക്കും മാതൃകയാക്കാവുന്ന കേരള ക്ലബ്ബ് നനീറ്റൻ നടത്തുന്ന ഈ ചീട്ടുകളി മത്സരത്തിൽ എല്ലാവരും പങ്കുചേർന്ന് അവരുടെ ഉദ്യമത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് UK വിവിധ ഭാഗങ്ങളിൽ ഒത്തിരി ചീട്ടുകളി മത്സരങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ ചീട്ടുകളി മത്സരം എന്ന് പറയുമ്പോൾ അതൊരു എല്ലാവരുടെയും ഒരു പാഷനാണ്. ഞാൻ ഒത്തിരി ചീട്ടുകളിയൊന്നും കളിക്കാറില്ല എങ്കിലും ചില സമയങ്ങളിൽ കൂട്ടുകാരുമൊത്തൊക്കെ മാത്രം ഉള്ള ചീട്ടുകളികളാണ് കളിക്കാറുള്ളൂ. മത്സരങ്ങൾക്കൊന്നും നമ്മൾ പോകാറില്ല എങ്കിൽ തന്നെയും ചീട്ടുകളി കാണാനും പങ്കെടുക്കുവാനും ഒക്കെ ഒത്തിരി താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഈ ചീട്ടുകളി മത്സരം ഇവിടെ നടക്കുമ്പോൾ കേരള ക്ലബിന്റെ ഈ ചീട്ടുകളി മത്സരത്തെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് എല്ലാവരുടെയും പിന്തുണ കൊടുക്കുക. കാറ്ററിംഗിൽ വളരെ മനോഹരമായ രീതിയിലാണ് അവർ ഈ പ്രാവശ്യം ചീട്ടുകളി മത്സരം അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്ന അവരുടെ മെസ്സേജുകളിലൂടെ. അപ്പോൾ അവർക്ക് എല്ലാവിധ പിന്തുണയും നമ്മൾ നൽകിയാൽ വളരെ നല്ല രീതിയിൽ അവർക്ക് ഈ മത്സരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും, അത് വിജയിപ്പിക്കുവാനായിട്ട് സാധിക്കും. ആകർഷകങ്ങളായ സമ്മാനങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചീട്ടുകളിയെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും അവരുടെ ഈ ഉദ്യമത്തിൽ ശക്തമായ പിന്തുണ നൽകി അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സനൽ. ഞാൻ UK മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് താമസിക്കുന്നത്. ഞാനിവിടെ മാഞ്ചസ്റ്റർ സെവൻസ് ക്ലബിലെ ഒരു മെമ്പർ കൂടിയാണ്. എൻ്റെ നാട്ടിലെ വീട് പിറവം, എറണാകുളം ജില്ലയിൽ. ഞാൻ ഒരു ചീട്ടുകളിക്കാരനാണ്. അത്യാവശ്യം ചെറുപ്പകാലങ്ങളിൽ തന്നെ ചീട്ടുകളി പഠിക്കുകയും സെന്റ് സ്റ്റീഫൻസ് ഉഴവൂർ കോളേജിൽ വളരെ നന്നായിട്ട് ചീട്ട് കളിക്കുകയും ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേരള ക്ലബ്ബ് നനീറ്റൻ അണിയിച്ചൊരുക്കുന്ന അവരുടെ അടുത്ത ജൂലൈ 15 നടക്കുന്ന റമ്മി ലേലം കോമ്പറ്റീഷനിലേക്ക് ഒരു വീഡിയോ കോമ്പറ്റീഷൻ നടത്തുന്നതായി അവർ പറയുകയും അതിനോട് സഹകരിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത്. ഇപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ചീട്ടുകളി നമ്മുടെ പാഷനായത് എന്നാണ്. എന്നെ സംബന്ധിച്ചോളം ചീട്ടുകളി എന്ന് പറയുന്നത് ഒരു മെഡിസിൻ പോലെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു തലവേദന, ഒരു അസ്വസ്ഥത ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ ഇരിക്കുക അല്ലെങ്കിൽ കുറച്ചു നേരം പള്ളിയിൽ പോയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുകയും ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുകയും കൂടുകയുള്ളൂ. അതേസമയം നമ്മളൊരു നല്ല കളി കോറത്തിൽ പോയിരുന്ന് കീച്ച് കളിക്കുകയോ ബാങ്ക് കളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പൈസ വെച്ചുള്ള കളികൾ കളിക്കുകയും നമുക്ക് കുറച്ച് പൈസ ഗെയിൻ ആകുകയും ചെയ്താൽ നമ്മുടെ തലവേദനയൊക്കെ മാറുകയും നമ്മൾ കൂടുതൽ റിലാക്സ് ആവുകയും നമ്മൾ പോയി കിടന്നാൽ നല്ല സ്വപ്നങ്ങൾ കണ്ടുള്ള ഉറക്കവും നമുക്ക് കിട്ടും. അപ്പം പിന്നെ റമ്മി കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്രെയിനിന് ഒരു റിലാക്സേഷനോ അല്ലെങ്കിൽ അത് ബ്രെയിനെ വർക്കൗട്ട് ചെയ്യിക്കുന്ന ഒരു കളിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ റമ്മിയും ലേലവും ഒക്കെ അങ്ങനെയുള്ള കളി. അപ്പോൾ ഈ ചീട്ടുകളി എല്ലാവരും പങ്കെടുക്കുക. കേരള ക്ലബ് നനീറ്റൻ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ മൈ ഡിയർ ചീട്ടുകളി ഫ്രണ്ട്സ്, എൻ്റെ പേര് ജോബി. ഞാനിവിടെ കോവൻട്രിയിൽ ഫാമിലിയായി താമസിക്കുന്നു. നാട്ടിൽ എറണാകുളം ജില്ലയിലെ തോട്ടറ അരയൻകാവ് എന്ന സ്ഥലത്ത് നിന്നും ഇവിടെ വന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം കേരള ക്ലബ് നനീറ്റൻ നടത്തുന്ന 3ാമത് ചീട്ടുകളി കോമ്പറ്റീഷനെ പറ്റി 2 വാക്ക് പറയാനാണ്. ഞാനൊരു പ്രാസംഗികനല്ല, പക്ഷേ ഞാനൊരു അത്യാവശ്യം ചീട്ടുകളിക്കാരനാണ്. അത് ഞാൻ അഭിമാനിക്കുന്നു. കാരണം ഒരു മുഴുനീള കള്ളുകൂടിയൻ അല്ലെങ്കിൽ ഒരു ചീട്ടുകളിക്കാരൻ അല്ല.
ജോലി ചെയ്ത് കുടുംബം പോറ്റി കുറച്ചു സമയം നമ്മുടേതായ വിനോദത്തിനു വേണ്ടി മാത്രം ചീട്ട് കളിക്കുന്നവൻ. കഴിഞ്ഞ 2 വർഷം കേരള ക്ലബ് നനീറ്റൻ നടത്തിയ ചീട്ടുകളിയിലും ഗ്ലാസ്ഗോ റമ്മിയിലും മാഞ്ചസ്റ്ററിലും പങ്കാളിയായതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതേപോലെ ഇപ്രാവശ്യം നടത്തുന്ന കേരള ക്ലബ് ചീട്ടുകളിക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കളിക്കാൻ വരുന്ന എല്ലാ എന്റെ ഫ്രണ്ട്സിനും വിജയാശംസകൾ. ഇങ്ങനൊരു പരിപാടി അറേഞ്ച് ചെയ്ത കേരള ക്ലബിന് അനുമോദനങ്ങൾ. ജയ് ചീട്ടുകളി. ജോബി. താങ്ക് യു. ഹലോ, കേരള ക്ലബ് നാനിറ്റിൻ്റെ അണിയറ ശില്പികൾക്ക് എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ജോൺ മുളയെങ്കിൽ. ഇവിടെ ബർമിംഗ്ഹാമിൽ ഡഡ്ലി എന്ന സ്ഥലത്ത് താമസിക്കുന്നു. നാട്ടിൽ കോട്ടയം ഡിസ്ട്രിക്ട് ഉഴൂരടുത്തുള്ള അരീക്കരയാണ് എൻ്റെ ഭവനം. എനിക്ക് ഒരു ഭാര്യയും 2 കുട്ടികളുമുണ്ട്. കുട്ടികൾ 2 പേരും ലണ്ടനിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞാനും ഭാര്യയും സ്വസ്ഥമായിട്ട് ഹണിമൂൺ ആഘോഷിച്ച് ബർമിംഗ്ഹാമിൽ താമസിക്കുന്നു. ചെറുപ്പം മുതലേ ചീട്ടുകളിയായിട്ട് വളരെ ബന്ധപ്പെട്ടു പോകുന്ന ഒരാളാണ് ഞാൻ. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ തുടങ്ങിയതാണ് ചീട്ടുകളിയുടെ. ആദ്യം ബോംബെയിലായിരുന്നു. അവിടെ നിന്ന് ഗൾഫിലേക്ക് പറിച്ചു നട്ടു, വീണ്ടും പറിച്ചു നട്ടു ഇംഗ്ലണ്ടിലേക്ക്. ഇവിടെ എല്ലായിടത്തും ചീട്ടുകളിയായിട്ട് ബന്ധപ്പെട്ടു പോകുന്നു. മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, സമ്മാനങ്ങൾ നേടാറുണ്ട്, ഒന്നുമില്ലാതെ പൊട്ടി പിരിഞ്ഞു പോകാറുമുണ്ട്. ഡെവനിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ചു നട്ടതാണ്. ഡോക്ടർ ജോർജ് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നത് നമുക്ക് മാഞ്ചസ്റ്റർ സെവൻസിൽ പോകണം, സ്കോട്ട്ലൻഡിൽ പോകണമെന്ന്. മാഞ്ചസ്റ്ററിൽ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. രണ്ടും നടന്നില്ല. പക്ഷേ ഇതിനെങ്കിലും കേരള ക്ലബ് നാനിറ്റിൻ്റെ 3ാമത് ചീട്ടുകളി മത്സരത്തിലേക്ക് എത്തിച്ചേരണമെന്നും അവിടെ വന്ന് പങ്കെടുക്കണമെന്നും വളരെ ആഗ്രഹമുണ്ട്. എൻ്റെ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേലമാണ്. റമ്മിയിലും കൂടാറുണ്ട്. നിങ്ങളുടെ ഇങ്ങനെയൊരു ക്ലബ്ബ് അവിടെ ഉണ്ടാക്കുകയും ചീട്ടുകളി അതിൻ്റെ ഒരു ഭാഗമാക്കുകയും അതിൽ മത്സരങ്ങൾ ഉണ്ടാക്കുകയും അതിൽ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ ക്ഷണിച്ച് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന കേരള ക്ലബ് നാനിറ്റിൻ്റെ ഭാരവാഹികൾക്ക് ഒരിക്കൽ കൂടി ആശംസ അർപ്പിച്ചുകൊണ്ട് നമുക്കവിടെ കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടി നിർത്തട്ടെ. താങ്ക് യു. സുഹൃത്തുക്കളെ നമസ്കാരം. എൻ്റെ പേര് സോബൻ. നാട്ടിൽ ചേർത്തല വിപ്ലവത്തിന്റെ നാട്ടിൽ നിന്ന് ഒരു മനുഷ്യനാണ് ഞാൻ. കാറ്ററിംഗ് മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റും കൂടിയാണ്. ഇതിലുപരിയായിട്ട് ഇപ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ക്ലബിന്റെ നനീറ്റിലെ കേരള ക്ലബിന്റെ സാന്നിധ്യത്തിൽ കാറ്ററിംഗിൽ വെച്ച് നമ്മൾ ചീട്ടുകൾ മത്സരം നടത്തുന്നുണ്ട്. ആ ചീട്ടുകൾ മത്സരത്തിൽ ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും ഹൃദയം നിറഞ്ഞ് ഞാൻ നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വരണം, ഇതിൽ പങ്കെടുക്കണം. ഇതിലുപരിയായിട്ട് കേരള ക്ലബിനെ കുറിച്ച് പറയുമ്പോൾ ചീട്ടുകളി എന്നൊരു പ്രസ്ഥാനത്തെ അല്ലെ ചീട്ടുകളി എന്നിട്ടുള്ള ഒരു കാര്യത്തെ ഇത്രയും വിപുലമാക്കി ഇത്രയും ആൾക്കാരുടെ ഒരു സോഷ്യലൈസിങ്ങിനും ഇന്റർലാക്സേഷനും ഒരു ബഡിങ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് എല്ലാവരും കൂടിയുള്ള ഒരു കൾച്ചറൽ ആക്ടിവിറ്റി എല്ലാം കൂടി വരുന്നതിന് ഒരു വേദി ഒരുക്കുന്നതിന് ഇവർക്ക് പ്രത്യേകം നമ്മൾ അനുമോദനം കൊടുക്കേണ്ടതാണ്. ഇതെല്ലാം ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാവരെയും അടുത്ത ദിവസങ്ങളിൽ അല്ല അടുത്ത ആഴ്ചയുള്ള ദിവസങ്ങളിൽ കാറ്ററിംഗിൽ വെച്ച് കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എന്റെ വാക്ക് ചോദിക്കുന്നു. നമസ്കാരം. ഗുഡ് മോർണിംഗ് ഓർ ഗുഡ് ഈവനിങ്. ബഹുമാനപ്പെട്ട നൈനീട്ടൺ ക്ലബിന്റെ സംഘാടകരെ, പ്രിയപ്പെട്ട ചീട്ടുകളി സുഹൃത്തുക്കളെ, എൻ്റെ പേര് ബിനീഷ് പെരുമാപ്പാടം. ഞാൻ ഇവിടെ ലീഡ്സ് അല്ലെങ്കിൽ നോർത്ത് യോർക്ക്ഷയറിൽ ഹാരോഗേറ്റിൽ താമസിച്ചു വരുന്നു. വൈഫിൻ്റെ പേര് അജിമോൾ. ഒരാണും ഒരു പെണ്ണും 2 പിള്ളേർ, 12 വയസ്സും 10 വയസ്സുമായി.
ഞാൻ കോട്ടയം ജില്ലയിൽ നീണ്ടൂർ സ്വദേശിയാണ്. കൈപ്പുഴ പള്ളി ഫൊറോന ഇടവകയാണ് അതിലുപരി ഒരു കാനാക്കാണ്. എനിക്ക് തോന്നുന്നു UK ആദ്യമായി ഒരു ചീട്ടുകളി സംരംഭം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ആ ചീട്ടുകളിയുടെ ഒരു ക്ലബ്ബുമായിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ കോർത്തിണക്കി കൊണ്ടുപോകാനുണ്ടാക്കിയ ഒരു ഉപജ്ഞാതാവ് എനിക്ക് തോന്നുന്നു നൈനീട്ടൻ ക്ലബ്ബ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ സംഘാടകരെന്നും ബഹുമാനവും അതിലുപരി അഭിമാനവും ആശംസയും ഞാൻ അവർക്ക് അർപ്പിക്കുകയാണ്. നൈനീട്ടൻ ക്ലബിൻ്റെ ആ പ്രവണത അല്ലെങ്കിൽ അങ്ങനെ ഒരു സംരംഭം തിരഞ്ഞെടുത്തതിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ന് UK ഒരു ചീട്ടുകളിക്കാരനും അല്ലെങ്കിൽ ഒരു സംഘാടകർക്കും ഒരു അസോസിയേഷൻകാരനും തർക്കമില്ലാത്ത ഒരു വസ്തുതയാണ്. ചീട്ടുകളി പലതരത്തിലുണ്ടെങ്കിലും അതിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് റമ്മികളെയും ലേലം കളിയുമാണ്. മനുഷ്യനെല്ലാം മറന്ന് ചീട്ടുകളെ മാത്രം ആലോചിച്ചിരിക്കുന്ന ഒരവസ്ഥ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മനുഷ്യന്റെ ബുദ്ധിവികാസങ്ങളെയും അല്ലെങ്കിൽ പോരുകളെയും ഒരുപോലെ കൂട്ടിയിണക്കി കൊണ്ടുപോകുന്ന ഒരു വിനോദമാണ് ചീട്ടുകളി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൻ്റെ സംഘാടകർക്കും ഈ വിനോദത്തിൽ ഏർപ്പെടുന്ന എല്ലാവിധ ആൾക്കാർക്കും അല്ലെങ്കിൽ എല്ലാവിധ ചീട്ടുകളി പ്രേമികൾക്കും ചീട്ട് കളിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. നൈനീട്ടൻ ക്ലബിൻ്റെ ഈ 3ാമത്തെ വാർഷികത്തിൽ ഞാനും ഒരു പങ്കാളിയാകാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം നിങ്ങളും ഒരു പങ്കാളിയാകുവാൻ ശ്രമിക്കുക. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് സൈൻ ഓഫ് ബിനീഷ് പെരുമാപ്പാടം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഐപ്പ് നൈനാൻ, ലാങ്കഷയർ പ്രസ്റ്റൺ സ്ഥലവാസിയും കോട്ടയം പുതുപ്പള്ളി സ്വദേശിയുമാണ്. കേരള ക്ലബ് ന്യൂട്ടൺ നടത്തുന്ന 2017 ഈ ജൂലൈ 16, 15, 16 തീയതികളിൽ നടത്തുന്ന ചീട്ടുകളി മത്സരത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അതൊരു വൻ വിജയമാകട്ടെന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ചീട്ടുകളി എനിക്കൊരു പാഷനാണ്. ഏത് ഓമ്പനോടും ഞാൻ ഏറ്റുമുട്ടാൻ റെഡിയുമാണ്. ചീട്ടുകളി ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്തെന്നാൽ ചീട്ടുകളി ഒരു ആർട്ട്, ഒരു അല്ലെങ്കിൽ ഒരു കലയാണ്. 4 ഡിസൈനിലുള്ള 13 ചീട്ട് ജോക്കറുമായി കൂട്ടി ഏത് രീതിയിലുമാക്കുന്ന ഒരു കല. ഇത് ഷഫിൾ ചെയ്യുന്ന പോലും ഒരു കലയാണ് ചീട്ടുകളി. ഇതെല്ലാം ചീട്ടുകൾ കൂട്ടി 28, 56 റമ്മി, കീച്ച്, മലത്ത്, പോക്കർ, ബ്രിഡ്ജ്, ബാങ്ക്, ഇങ്ങനെ പല രീതിയിലും മാറിക്കളിക്കുന്ന ചീട്ടുകളി എന്ന കലയിൽ മാത്രമാണ്. കളിക്കുന്ന ഏവർക്കും കാണുന്നവർക്കും ആസ്വാദകരമാണ്. ലിഖിതവും അലിഖിതവുമായ പ്രിൻസിപ്പിൾസിന്റെ തണലിൽ ശാസ്ത്രീയമായ മനുഷ്യ ചിന്താഗതിയെ എന്റർടൈൻമെന്റ് എന്ന ലേബലിൽ സന്തോഷിപ്പിക്കുന്നതാണ് ചീട്ടുകളി. ചീട്ടുകളിയിൽ എന്നും പുതുമ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പുതിയ രീതികൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ലോകത്ത് വേറെ ഏത് സ്പോർട്സിലും ഇത്രയും വെറൈറ്റി ഓഫ് ഗെയിംസ് ഇല്ല. ഇത് ചീട്ടുകളിയുടെ മാത്രം അവകാശമാണ്. 28-ൽ കൂടുതൽ പോയിന്റ് ഉള്ളവൻ ജയിക്കുമ്പോൾ റമ്മിയിൽ ഏറ്റവും കുറവ് പോയിന്റ് എടുക്കുകയും ജയിക്കുന്നു. ഇത്രയും വൈരുദ്ധ്യമുള്ള വേറെ ഒരു കളിയിലുമില്ല. ചീട്ടുകളി എന്ന ആശയത്തിൽ എല്ലാവർക്കും സമത്വമുണ്ട്. ഓരോ കളിക്കാരനും വരുന്ന ചീട്ടിന് മുറപ്രകാരം മാത്രമാണ് കളി. അതിൽ അതിബുദ്ധിയുമോ കായിക ബലമോ ഒന്നും മാനദണ്ഡമല്ല. വരുന്ന ചീട്ടിന്റെ പ്രവർത്തനം മാത്രമുള്ള ബുദ്ധി ഉപയോഗിച്ചുള്ള ഒരു കളിയാണിത്. കളത്തിൽ എല്ലാവരും സമന്മാരാണ്. മത്സര ബുദ്ധിയോടെ ചീട്ട് കളിക്കുമ്പോൾ എതിരാളിയുടെ കയ്യിലിരിക്കുന്ന പണമോ പോയിന്റോ പാരിതോഷികമോ നമ്മുടെ കയ്യിൽ എത്തിക്കാൻ ഒരു ശ്രമം മാത്രമാണ്. തോറ്റാൽ ചീട്ട് തോറ്റു. ചീട്ടുകളി ഒരു എന്റർടൈനിങ് ആൻഡ് ബ്രെയിൻ റിഫ്രഷിംഗ്. You will lose it when the fun ends. According to me, the game of cards can refresh you with loads of fun and it can bring you lot of friends. And I am a living example for that. അളകളം ഒഴുകുന്ന നദിയുടെ ഓളങ്ങൾ പോലെ, അളകളം പാടുന്ന കിളികളുടെ ശബ്ദം പോലെ നമുക്കൊരു കളിയായി കണ്ട് ഉല്ലസിക്കാം. മൈൻഡ് യു, ഇറ്റ്സ് ഓൺലി എ ഗെയിം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ടോമ്. ഞാൻ UK ഗ്ലാസ്ഗോയിൽ 2002 മുതൽ താമസിക്കുന്നു. നാട്ടിൽ എൻ്റെ വീട് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിനടുത്ത് കുറുമുള്ളൂരാണ്. പിന്നെ ചീട്ടുകളിയെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെയോ എവിടുന്നൊക്കെയോ പഠിച്ചു. ഞങ്ങൾ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്താണ് ഇത് മൂർധന്യാവസ്ഥയിലെത്തിയത്. രാവിലെ മുതലേ ചീട്ട് കളിച്ച് പഠിച്ച് അരച്ച് കലക്കി കുടിച്ച് ഇപ്പോൾ ഈ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്.
ഇത് ചീട്ടുകളി എന്ന് പറയുന്നത് സനൽ മാഞ്ചസ്റ്ററിൽ നിന്ന് വിട്ട വീഡിയോയിൽ പറയുന്നത് പോലെ ഇതൊരു മരുന്നാണ്. ഉന്മേഷമില്ലായ്മ, ശുഷ്കാന്തിക്കുറവ് ഇങ്ങനെയൊക്കെ തോന്നുന്ന അവസരത്തിൽ നമ്മളൊരു കോർത്തിലിരുന്ന് ചീട്ട് കളിക്കുമ്പോൾ മനസ്സും ശരീരവും മറന്ന് ചീട്ട് കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം ഒരു മരുന്നിനും തരാൻ സാധിക്കുന്നതല്ല. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, ചീട്ട് കളിക്കുന്നവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും ഇതിൽ പരം ഉന്മേഷം തരുന്ന ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഈ ലോകത്ത് ഇന്നുവരെ ആരും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മലയാളികളായ നമ്മൾക്കൊക്കെ സംബന്ധിച്ചിടത്തോളം കാസിനോയിലും ഒക്കെ പോയി മില്യൻസ് ഒക്കെ എറിഞ്ഞ് കളിക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മുടെ കാസിനോയാണല്ലോ, മലയാളികളുടെ കാസിനോയാണ് ഈ UK നടത്തുന്ന ഈ ടൂർണമെന്റുകൾ. അപ്പം അറിയാവുന്നവർ അറിയാം, അതിൽ വന്ന് 2 ദിവസം ഫുൾ ഇൻവോൾവ് ആയിരുന്ന് കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം അത് വന്ന് കളിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോസൊക്കെ വരുമ്പോൾ എല്ലാവരുടെയും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നതും ആ സന്തോഷത്തിന്റെ ഒരു ഭാഗമായിട്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ ഗ്ലാസ്ഗോ റമ്മി നടത്തി, വൻ വിജയമായിരുന്നു. അത് കഴിഞ്ഞ് മാഞ്ചസ്റ്റർ സെവൻസ് അവർ 2ാമത് ടൂർണമെന്റ് കഴിഞ്ഞ വർഷം നടത്തി, അതും വൻ വിജയമായിരുന്നു. അതിലൊക്കെ ഉള്ള സഹകരണം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ചീട്ടുകളി അറിയാവുന്നവർ ഇത് മിസ്സാക്കരുത്. കേരള ക്ലബ്ബ് ഈ വർഷം 2ാമത് ടൂർണമെന്റ് നടക്കുകയാണ്. അവര് 15, 16 തീയതികളിൽ കെറ്ററിംഗിലാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കെറ്ററിംഗിൽ നിന്നുള്ള സിബു, മത്തായി ഇവരും നനീറ്റനിൽ നിന്നുള്ള കേരള ക്ലബ്ബിലെ മുഴുവൻ അംഗങ്ങളും എല്ലാവരും കൂടി ഈ ടൂർണമെന്റ് നടത്തുമ്പോൾ ഇത് മിസ്സാക്കാൻ പാടില്ല. ഒരു ചീട്ടുകളി അറിയാവുന്ന ഒരാളും ഈ മത്സരം മിസ്സാക്കാൻ പാടില്ല. നിങ്ങൾ എല്ലാവരും വന്ന് സഹകരിക്കണം. ഇത് നിങ്ങൾക്കും ഇത് ഓർഗനൈസ് ചെയ്യുന്നവർക്കും ഒരു പ്രചോദനമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇനി എല്ലാവരെയും കേറ്ററിംഗിൽ കാണാം. ഗുഡ് ബൈ. ഈ വരുന്ന 15, 16 തീയതികളിൽ കേറ്ററിംഗിൽ നടക്കുന്ന കേരള ക്ലബിന്റെ റമ്മി ടൂർണമെന്റിനെ പറ്റിയുള്ള ഒരു റമ്മി ടൂർണമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ചീട്ടുകളിയെ കുറിച്ച് നമ്മുടെ ഗ്ലാസ്ഗോ വന്ന പിള്ളേർക്ക് എല്ലാവർക്കും ശരിക്കും എനിക്ക് തോന്നുന്നു എന്നെ മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പേര് സജോ. ഞാൻ ഏറ്റുമാനൂരിൽ നിന്നാണ്. നമ്മുടെ ടോമിന്റെ സഹോദരനാണ്. ഒപ്പം തന്നെ നമ്മൾ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്കിൽ പോലും നമ്മുടെ ചീട്ടുകളെ കുറിച്ച് അറിയാവുന്നവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എങ്ങനെയാണ് ചീട്ടുകൾ നല്ല വൃത്തിയായിട്ട് കളിക്കുന്നത്. കിച്ച് കളിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുണ്ട് കളിക്കുന്നുണ്ട്, എല്ലാ പരിപാടികളും റമ്മിയുണ്ട്, നമ്മളെല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. കേരള ക്ലബിന്റെ അല്ലെങ്കിൽ ഈ വരാൻ പോണ ചീട്ടുകളിക്കകത്ത് ഞാൻ എത്താൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, എന്റെ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു, ചീട്ടുകളി എന്ന് പറയുമ്പം അതിനകത്ത് പണിയാതെ നല്ല ഭംഗിയായിട്ട് ചീട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക് വിചാരിക്കുന്നു. ചീട്ടുകളി എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട് കളിയാണ്. ഇത് ഗ്ലാസ്ഗോയിൽ നിന്നും സജോ ആണ്. ഇനി നമ്മളോട് സംസാരിക്കുന്നത് ഗ്ലാസ്ഗോയിൽ നിന്ന് റമ്മി ബോയ്സിൽ നിന്നുമുള്ള ബാബു ആണ്. ബാബു, ഈ വരുന്ന 15-ാം തീയതി നമ്മൾ പോകുന്ന ബാബു വരുന്നുണ്ട്. ബാബു നമ്മുടെ ഭാഗവാക്കാണ്. ബാബുവിന്റെ അഭിപ്രായം എന്താണ്? ഹലോ, നമസ്കാരം. എന്റെ പേര് ബാബു തോമസ്. ഞാൻ നാട്ടില് തകഴി എന്ന് പറയും, ആലപ്പുഴ ഡിസ്ട്രിക്ട് തകഴിയിലാണ്. എന്റെയൊക്കെ കുഞ്ഞിലെ ചീട്ടുകളിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു. എന്റെ വീടിനടുത്തൊക്കെ ഈ തെങ്ങുമൂട്ടിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ വീടുകാർ ആരും സമ്മതിക്കത്തില്ല. ആ വഴിക്ക് നോക്കി പോരെന്നും പറഞ്ഞ് വിട്ടതാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം പഠിത്തമെല്ലാം കഴിഞ്ഞ് ഗൾഫിൽ പോയി, ഖത്തറിൽ പോയി കഴിഞ്ഞപ്പം ഞങ്ങൾ 4 പേര് ഒരു റൂമിലായിരുന്നു. പക്ഷെ എനിക്ക് മാത്രം ചീട്ടുകളി അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ബാക്കി 3 പേർക്ക് കളിക്കാൻ വേണ്ടി മാത്രം അവരെന്നെ പഠിപ്പിച്ചെടുത്തതാണ് ഈ റമ്മി 28 എല്ലാം. പക്ഷെ അന്ന് മുതൽ നമ്മുടെ ഇതിന്റെ ഒരു ആരാധകനാണ്. ഇവിടെ വന്ന് റമ്മി ബോയ്സിലെ ഒരു അംഗമാണ് ഞാൻ, ഗ്ലാസ്ഗോ. പക്ഷേ ഇവിടെ വന്നിട്ട് ഇതിപ്പോ നമുക്ക് ഒരു വീക്കെൻഡിൽ ഇത് കളിച്ചില്ലെങ്കിൽ അതൊരു വിഷമം പോലെ അങ്ങ് കിടക്കണം മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് ഇതിലിപ്പോ നമ്മൾ അഡിക്റ്റ് ആണ്. ഇതിലേക്ക് നമ്മളെല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്ന് പങ്കെടുക്കുക, അതിനോടൊപ്പം എൻജോയ് ചെയ്ത് പോവുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതില് നമ്മൾ 28 കളിക്കുമ്പം അതിലെ ഒരു ഷോർട്ട് കട്ട് പരിപാടിയിലേക്ക് പോകാതെ നമ്മൾ ആത്മാർത്ഥമായിട്ട് കളിച്ച് എല്ലാവർക്കും സന്തോഷപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകും. ബുദ്ധിയുള്ളവർക്ക് വേണ്ടി അപ്പൊ ആ ഒരു രീതിയിലേക്ക് പോവുക, അല്ലാതെ നമ്മൾ വേറെ ഉടായ്പൊന്നും കാണിക്കാതെ. അപ്പം അതില് ഈ വരുന്ന കളിയിലേക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇത് റമ്മി ബോയ്സിൽ നിന്നും ബാബു തോമസ് ആണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. ഇനി ഇത് നമ്മുടെ റമ്മി ബോയ്സിന്റെ
ഋതം പ്രഥമമായ ഒരു സാരഥിയാണ് നമ്മുടെ അജു. ഈ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ റിമേഴ്സിന് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ മുട്ടയടിച്ച വ്യക്തിയാണ്. എന്നാലും കേരള ക്ലബ്ബ് നടത്തുന്ന എല്ലാ അടുത്ത വരുന്ന ചീട്ടിലെ മത്സരത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു റിമേഴ്സിന്റെ പേരിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ചീട്ടുകളി ഞാൻ പഠിച്ചത് എന്റെ വല്യപ്പന്റെയും വല്യമ്മയുടെയും കൂടി ഇരുന്നാണ് നമ്മൾ ചീട്ടുകളി പഠിച്ചത്. അത് കഴിഞ്ഞ് നേഴ്സിംഗ് പഠിച്ച സമയത്തും നേഴ്സിംഗിന് ഇന്റർവെല്, അതായത് ഇല്ലെങ്കിൽ ഡ്യൂട്ടിയുടെ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ബ്രേക്ക് ഉണ്ടെങ്കിൽ അതിലൊരു 1 മണിക്കൂർ 45 മിനിറ്റ് നമ്മൾ ചീട്ട് കളിക്കും. തുടങ്ങിക്കോ. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് മനോജ്. ഞാൻ UK താമസിക്കുന്ന വ്യക്തിയാണ്. ഞാൻ നോട്ടിംഗ്ഹാമിനെ പ്രതികരിക്കുന്നു. ഗ്ലാസ്കോ 3 പോയിന്റ്സ് ഉണ്ട്. ഞാൻ ഒരു റമ്മി കളിക്കാരനാണ്. ഞാൻ എപ്പോഴും ചീട്ടുകളി ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് പല സംഭവങ്ങളിലും ഇൻവോൾവ് ആകാൻ സാധിച്ചിട്ടുണ്ട്. ഗ്ലാസ്കോയിലും പല പാർട്ടികളിലും വളരെ സന്തോഷമായ ഒരു അനുഭവമാണ് എനിക്ക് നേരിട്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും റമ്മി ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്നു. കേരള ക്ലബിന്റെ റമ്മിയെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ സന്തോഷം. നിങ്ങൾക്ക് മാഞ്ചസ്റ്റർ റമ്മി, അതുമാതിരി തന്നെ ഗ്ലാസ്കോ റമ്മി, ഇതെല്ലാം അപ്ഡേറ്റ് എനിക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. ഞാൻ എപ്പോഴും ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴും ഞാനും ഞാൻ പറഞ്ഞ പോലെ റമ്മി കളിക്കാരനാണ്. എനിക്ക് ഗ്ലാസ്കോയിൽ പല പ്രദേശങ്ങളും പല ഫ്രണ്ട്സുകളും ഉണ്ട്. അതുപോലെ 15, 16 തീയതികളിൽ കേരള ക്ലബിന്റെ ടൂർണമെന്റ് കാറ്ററിംഗിൽ നടക്കുകയാണ്. അതിനെപ്പറ്റി മനോജിനുള്ള ഒരു സപ്പോർട്ട്? അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന നല്ല അഭിപ്രായം. അതുപോലെ തന്നെ ഫ്യൂച്ചറിലും ഈ റമ്മി ക്ലബ്ബ് എന്നുള്ളത് ഭയങ്കര ഒരു സംഭവമാണ്. എനിക്ക് അനുഭവം കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയത്. എനിക്കറിയാം ഗ്ലാസ്കോ റമ്മി മുതൽ. അതിന്റെ ഒരു ആക്റ്റീവ് ടീം മെമ്പറാണ് ഞാൻ. എല്ലാ അപ്ഡേറ്റ്സും മിക്കവാറും കാണുന്നുണ്ട്. വളരെ സന്തോഷം. എല്ലാവർക്കും എന്റെ അഭിവാദനങ്ങൾ. ഇത് കേരള ക്ലബിന്റെ റമ്മിക്ക് സപ്പോർട്ടുമായിട്ട് നോട്ടിംഗ്ഹാമിൽ നിന്നും മനോജാണ് നമ്മളോടൊപ്പം ഉള്ളത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോണി, മാഞ്ചസ്റ്ററിലെ വിതിൻ ഷോയിൽ താമസിക്കുന്നു. നാട്ടിലെ കോട്ടയം ജില്ലയിൽ ഒഴുവൂരാണ് എൻ്റെ വീട്. മാഞ്ചസ്റ്റർ സെവൻസിന്റെ തുടക്കം മുതലുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ. നാട്ടിൽ ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉച്ച കഴിഞ്ഞുള്ള ബോറൻ അവറുകൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ലോഡ്ജിൽ പോയി ടൈം പാസിന് വേണ്ടിയിട്ട് കളിച്ച് തുടങ്ങിയതാണ് റമ്മി കീച്ച് കളികൾ. എനിവേ കഴിഞ്ഞ 14 വർഷമായിട്ട് UK-യിലുള്ള തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഏറ്റവും നല്ലൊരു മാനസിക ഉല്ലാസമായിട്ട്, ഒരു എൻ്റർടൈൻമെൻ്റായിട്ട് ചീട്ടുകളിയെ കാണുന്നു. ഞങ്ങളെല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ കളിക്കാറുണ്ട്. നാട്ടിലെ നല്ല കുടിയന്മാർക്ക് രാവിലെ എണീക്കുമ്പോഴേ 2 എണ്ണം അടിച്ചില്ലെങ്കിൽ കയ്യും കാലും വരയ്ക്കുന്നത് പോലെ വെള്ളിയാഴ്ചയാകുമ്പോൾ ആ ചീട്ടൊന്ന് കുത്തി 2 കൈ കളിച്ചില്ലെങ്കിൽ വളരെ ഒരു വിഷമമാണ്. സാധാരണ ഞങ്ങളുടെ ക്ലബിൽ വർഷത്തിൽ ദുഃഖവെള്ളിയാഴ്ച മാത്രമേ അവധിയുള്ളൂ. വേറെ ഒരു കാരണവശാലും ക്ലബിന് അവധി കൊടുക്കുകയില്ല. പിറ്റേ ദിവസം എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാലും 3-4 സഭ കളിച്ചിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ. ഞങ്ങളുടെ ആ ഒരു സ്പിരിറ്റ് ഇപ്പോഴും തുടർന്നു പോകുന്നു. എനിവേ ചീട്ടുകളി പ്രേമികൾക്ക് വേണ്ടി ഈ വീക്കെൻഡിൽ കേരള ക്ലബ് നനീറ്റൻ ഒരുക്കിയിരിക്കുന്ന ചീട്ടുകളി മാമാങ്കത്തിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട്. അതിന് അവസരമൊരുക്കി തന്ന കേരള ക്ലബ് നനീറ്റന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അവിടെ നമുക്ക് കാണാം. ജയമോ പരാജയമോ ഒന്നൊരു പ്രശ്നമുള്ള കേസല്ല. അതിലുപരി ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ഗ്ലാസ്കോ റമ്മി ബോയ്സിന്റെ സാറ്റർഡേ നൈറ്റ് വിക്കിലാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങള് കാറ്ററിംഗിലെ ചീട്ടുകളിക്ക് വേണ്ടിയുള്ള പ്രാക്ടീസ് മാച്ചാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഷിജിയാണ്. ഷിജി 2 വാക്ക് അവരുടെ കേരള ക്ലബിന്റെ
ശനിയാഴ്ചത്തെ പ്രോഗ്രാമിന്റെ കാര്യം പറ. എല്ലാവരും വരണം, എല്ലാവരും എൻജോയ് ചെയ്യാം. സജോ, നമ്മള് ചീട്ടുകളി ശരിക്കും വേണമെങ്കിൽ നമ്മള് 15-ാം തീയതി അവിടെ നടക്കാൻ പോണ പരിപാടികള് ഞങ്ങളിപ്പോ പ്രാക്ടീസാണ് ആക്ച്വലി ചെയ്യുന്നത്. ഇത് ചീട്ടുകളി എല്ലാവരും കണ്ടു കാണാം. നമ്മുടെ കളികളിൽ നമ്മളെ ഭംഗിയാണ് നടക്കുന്നത്. നിങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്ത് കുറെ മെമ്പേഴ്സ് ഇരിപ്പുണ്ട്. പക്ഷെ വാശിയേറിയ ഒരു മത്സരം നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി ആൾക്കാർ റെഡിയായിട്ട് പോരെ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ റെഡിയാണ് ഞങ്ങള്. പക്ഷെ അത് നിങ്ങളുടെ ഒരു വാശിയേറിയ മത്സരം ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ റബ്ബി ബോയ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാതിരിക്കും. പക്ഷെ എനിപ്പോൾ ഞങ്ങളവിടെ ഉണ്ടാവും. മനോജ്, ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഈ ടീമിനെ കോച്ചിങ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയുള്ള ഓരോ പ്രവർത്തനങ്ങൾ എല്ലാവരും നാട്ടിൽ കളിക്കുന്നു. എനിക്ക് 100% പ്രതീക്ഷയുണ്ട്. അല്ലെങ്കിൽ ഈ പ്രാവശ്യം നല്ല ടീമല്ലേ ഞങ്ങളുടെ? ഹലോ, ഞാൻ ഈ റമ്മി ബോയ്സിന്റെ ഒരു അംഗമാണ്. ഇപ്പൊ ഈ മനോജ് പറഞ്ഞ പോലെ ഞങ്ങളാ പുള്ളിയുടെ കോച്ചിങ്ങിൽ കയറിയിട്ട് ചുറ്റിനും കോച്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷെ എന്തായാലും ഞങ്ങൾ ആ സദസ്സിലുണ്ട്. നമുക്ക് തകർത്തേക്കാം. ഓക്കെ ബൈ. ഈ ടോം എന്നെ അവോയ്ഡ് ചെയ്തിട്ട് അപ്പനെ ബാബുവിന് കൊടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ കളിയിൽ ഞാൻ ഏതായാലും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമാണ്, ഇവര് പറയും കോച്ചും ഈ കോച്ചും ഇരിക്കുന്നില്ല. എനിക്ക് ഞാൻ നാട്ടിൽ നിന്ന് വന്ന കോച്ചാണ്. എനിക്ക് ഈ കളിക്കാരെ അറിയാം. അത്യാവശ്യം ആരുടെയും എനിക്ക് അടുത്ത ഞാൻ വന്നിരിക്കും, ഞാൻ കളിച്ചിരിക്കും. നമ്മള് ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ്. താറാവ്, പൂവൻ താറാവ് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ പൂവൻ താറാവ് ശരിക്കും വേണമെങ്കിൽ താറാവ് കണ്ടാണ് നിങ്ങളുടെ പൂവൻ താറാവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര സുഖം കയറിയാണ്. ഈ താറാവ് നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ, താറാവ് തരുമ്പോൾ നമ്മൾ ശരിക്കും അവിടെ നിന്ന് കറി വെച്ചിട്ട് ഞങ്ങൾ പോരുള്ളൂ. പക്ഷെ ഒരു കാര്യം പറയാം, താറാവ് നമ്മൾ നോക്കിയിരിക്കുന്നത് പൂവൻ താറാവ് തന്നെ വേണം. ആട്ടുംകൂട്ടൻ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ താറാവിനെ അവിടെ വെച്ച് ഞങ്ങൾ കറി വെക്കും. അവിടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം, ഞങ്ങൾ പിടിക്കും കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ട്രോഫി